നമുക്ക് ഇപ്പോൾ അവിടെ അങ്കോലയിൽ നിന്നും ഷിരൂരിൽ നിന്നും KB ശ്രീധരനും മധുവും രാഹുലും ഒക്കെ തത്സമയം തുടരുന്നുണ്ട്. മധുവിലേക്ക് പോവാം. മധു, നമ്മളിപ്പോൾ ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം കഴിവിൻ്റെ പരമാവധി എല്ലാ തരത്തിലും വിദേശ രാജ്യങ്ങളിലെ നമുക്കൊന്നും പ്രതീക്ഷിക്കാനാവാത്ത ടെറൈനുകളിൽ പോയി ഈ പരിശീലനം നേടിയിട്ടുള്ള ഒരു സംഘം തന്നെയാണ് അവിടെ ഉള്ളതെന്ന് അദ്ദേഹവും ഉറപ്പിച്ച് പറയുന്നു. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം അവിടെ എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. മോത്തി, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് രണ്ട് കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ലഡാക്കിലും നോർത്ത് ഈസ്റ്റിലും വർക്ക് ചെയ്ത ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ നേരിട്ട ഒരു അനുഭവ പാഠം അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്, ഈ സംഘത്തിൻ്റെ മുന്നിലുണ്ട്. അത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും നോർത്ത് ഈസ്റ്റിലെ മേഖലകളിൽ ഏറെക്കുറെ സമാനമായ കുന്നുകളും പുഴകളും ഒക്കെയുള്ള ഒരുപക്ഷെ വീതി ഇത്ര ഉണ്ടാവില്ലെങ്കിലും അതിനനുസരിച്ചുള്ള വളരെ ഷാർപ്പായിട്ടുള്ള ടെറൈനുള്ള സ്ഥലത്ത്, ഇതുപോലെ കുത്തിയൊലിച്ച് മഴ പെയ്യുന്ന സ്ഥലത്ത് കേരളത്തിനോട് പലപ്പോഴും ഒരു തോന്നിപ്പിക്കുന്ന നമുക്ക് സാമ്യമുള്ളൊരു പ്രദേശമാണത്. ലഡാക്കിലെ കടുത്ത കാറ്റിനെയും ആ വിധത്തെയും അവർ ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത്തരത്തിലൊരു സംഘം വരുമ്പോൾ തീർച്ചയായും രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഈ തെരച്ചിലിന് അത് ഊർജം പകരുക തന്നെ ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ അത് നാളെ രാവിലെ ഒരു പക്ഷേ ആരംഭിച്ചേക്കുള്ളൂ എന്നുള്ള ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. മോദി, അവിടെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നമ്മൾ ഇവിടെ SP യോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ കടന്നു പോകാൻ അവിടേക്ക് എത്തുന്നത് എന്തുകൊണ്ട് തടയുന്നു എന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾക്ക് ഡാറ്റ വേണം, ഞങ്ങൾക്ക് ആരൊക്കെ അവിടെ കടന്നു പോകുന്നു, മറ്റൊരു ദുരന്തമുണ്ടായാൽ നിങ്ങൾ ആരൊക്കെ എത്ര പേര് അവിടെ പോകുന്നു, ഇത് ഒരാളെ അല്ലെങ്കിൽ നിങ്ങളെ കുറച്ച് പേര് എന്നതിനപ്പുറത്ത് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡാറ്റ എടുക്കലല്ല പ്രധാനം, അതിനപ്പുറത്ത് അവിടെ മറ്റ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്ന വിധത്തിൽ. അത് കുറച്ചുകൂടി ഇപ്പോൾ ആർമിയും നേവിയും ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കായിട്ട് അവർ അത്തരത്തിലുള്ള മനുഷ്യനെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. ഒരു കാഴ്ചക്കാരായി അവിടെ ആളുകൾ ചെന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ അവിടെ വേണ്ട. ഞങ്ങൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു മുൻകാല അനുഭവങ്ങളുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. അത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ അത്ര ആ ഒരു അളവിൽ, ആ ഒരു വലിയ ഒരു സീനിൽ വെച്ചുകൊണ്ട് ഒരു പക്ഷേ അത് നടത്തി തുടങ്ങുക ഇപ്പോൾ മേജർ ഇന്ദ്രപാൽ പറഞ്ഞതിൽ നിന്ന് ശ്രീധര എനിക്ക് നാളെ രാവിലെ ഒരു പക്ഷേ തുടങ്ങും തോന്നുന്നു. അതെ, അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ഗോവയിൽ എത്തുകയുള്ളൂ. വൈകിട്ട് അവിടെ ഒരു അദ്ദേഹത്തിന്റെ ടീമെല്ലാം എത്തിയ ഒരു പ്ലാനിങ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ വരുമ്പോൾ ഈ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 3 ആർമി യൂണിറ്റുകളൊക്കെ ഉണ്ട്, 3 സേനാ വിഭാഗങ്ങൾ ഒരു വശത്ത്, ഒപ്പം ജിയോളജി, മറ്റ് സംവിധാനങ്ങൾ, സാറ്റലൈറ്റ് ഇമേജുകൾ, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ശാസ്ത്രീയമായി പരിശോധിച്ചുകൊണ്ട് ഏതേത് ഇടങ്ങളിൽ നമ്മൾ നേരത്തെ ഇന്നലെ അവർ സ്പെസിഫൈ ചെയ്ത 3 മേഖല എന്ന് പറഞ്ഞു, അതിനപ്പുറത്ത് കുറച്ച് ചില പോയിന്റുകൾ കണ്ടെത്തി ചെയ്യുക എന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള അഡ്വാൻസ്ഡ് സിസ്റ്റം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നത് അതിന്റെ പേര് ഡിബോട്സ് എന്നാണ്. അതായത് ഡ്രോൺ ബേസ്ഡ് ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം, ഡിബോട്സ് എന്ന് വെച്ചാൽ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളെയും അത്തരത്തിലുള്ള ഒബ്ജക്റ്റുകളെ കണ്ടെത്താൻ കഴിയാവുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ട്. ആ സംവിധാനമാണത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതെ, അത് കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഡ്രോൺ ബേസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അതായത് അതിപ്പോൾ മണ്ണിലേക്ക് ഇറക്കാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നമുക്കറിയില്ല, അദ്ദേഹം തന്നെ വിവരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ പോലും കൃത്യമായിട്ടൊരു ഒബ്ജക്റ്റ് മണ്ണിൽ പുതഞ്ഞ് ചെളിയിൽ പുതഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഉതകുന്ന തരത്തിലുള്ള സംവിധാനം അതിലുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇനിയും വരാനുണ്ട്. അത് ഇന്ന് വൈകിട്ടോടുകൂടി ഗോവയിലെത്തും. അത് നാളെ രാവിലെ പുലർച്ചെ തന്നെ ഗോവയിലേക്ക് ഇവിടുന്ന് കേവലം 114 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത്രയും ദൂരത്ത് നിന്ന് അതിങ്ങോട്ട് കൊണ്ടുവരും. ഏതായാലും ഇന്ന് മേജർ ഇന്ദ്രപാൽ ഗോവയിലെത്തുകയുള്ളൂ. നാളെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധന തുടങ്ങുക. ഏതായാലും അതിൽ വല്ലാത്ത ഒരു പ്രതീക്ഷയുണ്ട്, ഈ ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താനാകും എന്നുള്ളത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് മധുവേട്ട, അതായത് മഴ അല്ലെങ്കിൽ കാലാവസ്ഥ അത് എത്രത്തോളം ഈ സെർച്ചിന് നിർണായകമാണെന്നുള്ള കാര്യം. ഇത്രയും സംവിധാനങ്ങൾ കൊണ്ടുവന്നാലും നേരത്തെ നമ്മൾ പറഞ്ഞ ആ പോയിന്റിലേക്കാണ് വരുന്നത്. പ്രകൃതി കരിഞ്ഞാൽ മാത്രമേ ഈ സംവിധാനങ്ങളൊക്കെ. നമ്മുടെ MLA ഇവിടെ നമ്മളോട് സംസാരിച്ചപ്പോൾ ശ്രീധരൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ഈ പ്രദേശം എനിക്ക് വളരെ നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ.
എൻ്റെ മനസ്സിൽ ഇത് മറ്റു പലരും പറഞ്ഞതനുസരിച്ച് അവരെ അതുകൊണ്ടാണ് ഈ മേഖലയിൽ ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവിടെ ആദ്യം പരിശോധന നടത്തി. അവിടെ അത്തരമൊരു സംശയങ്ങൾ നമ്മൾ ദൂരീകരിച്ചു കഴിഞ്ഞു. ഇനി എൻ്റെ മനസ്സിൽ ഒരു 2-3 പോയിന്റ്സ് ഉണ്ട്. അവിടെ പരിശോധിക്കാൻ കഴിയുന്ന സംവിധാനം ഒരുപക്ഷെ ഇന്ന് വരുന്ന വലിയ ആഴക്കൈയുള്ള ആ യന്ത്രത്തിന് ഒരുപക്ഷെ അവിടേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം വച്ച് പുലർത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു പ്രതീക്ഷ അത് തന്നെയാണ്. സതീഷ് കൃഷ്ണസേയിൽ പറഞ്ഞ ഒരു കാര്യം, 60 അടി ആഴത്തിലേക്ക് പോയി അല്ലെങ്കിൽ യന്ത്രക്കൈകൾ കടത്തിക്കൊണ്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു യന്ത്രമാണ് ബൂം ലെങ്ത് എന്നുള്ളത്. അത് ഏതാണ്ട് 100-300 കിലോമീറ്റർ അകലെ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഏതാണ്ട് പാതി ദൂരം പിന്നിട്ടു എന്നാണ് പറയുന്നത്. ഏതായാലും വൈകാതെ തന്നെ അവിടേക്ക് എത്തുമ്പോൾ രാഹുൽ നൽകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്നത് അവിടെ അത് എത്തിയിട്ടില്ല എന്നാണ്. പക്ഷേ ഔദ്യോഗികമായി ചില ആളുകളോട് സംസാരിക്കുമ്പോൾ അത് എത്തി എന്നുള്ളൊരു വിവരം ലഭിച്ചിരുന്നു രാവിലെ. അതുകൊണ്ടാണ് നമ്മൾ അത് എത്തി എന്നുള്ള വാർത്തകളൊക്കെ നൽകിയത്. ഏതായാലും അതിൻ്റെ പ്രവർത്തനം ഇതുവരെ തുടങ്ങാനായിട്ടില്ല. അത് തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നു കരയിലേക്ക് അതൊരു ഏകദേശം ഒരു ക്രെയിൻ്റെ സ്വഭാവത്തിലുള്ള ഒരു യന്ത്രമാണ്. അത് താഴേക്ക് ഇങ്ങനെ സുഖമായി ഇറക്കാനുള്ള ഒരു സൗകര്യം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ 60 അടി ആഴത്തിലേക്ക് വരെ അത് എത്തുമ്പോൾ തന്നെ ഏകദേശം 12 മീറ്ററാണ് ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കൽക്കെട്ട്. അതുകൊണ്ട് അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്താൻ ഉള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഒരു ശേഷി ഈ വരുന്ന യന്ത്രത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ തിരച്ചിൽ നിർണായകമെന്ന് നമ്മൾ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായും അപ്പോഴും നമ്മൾ മോത്തിയൊരു കാര്യം ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും. അവിടെ രാഹുൽ അയച്ച ആ ദൃശ്യങ്ങൾ നോക്കൂ, എത്ര പേടിപ്പിക്കുന്നതാണത്. ആ വലിയ മല ഏത് നിമിഷവും ഇളകി നിൽക്കുന്ന ഒരു മലയ്ക്ക് താഴെയാണ് ഇവർ ഈ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടത്. കാരണം അത് മേജർ, അത് മഴയുടെ കാര്യം പറയുമ്പോഴും അത്രയും ദുർഘടമായ ഒരു മേഖല തന്നെയാണ് മധു.